കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സർക്കാർ കോടതിയിൽ. കേരളത്തിന്റെ ഹർജികൾ നവംബർ 26-ന് പരിഗണിക്കും. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഷമ്മി, കേരള SIR-നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളായിരുന്നു സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാനുള്ള നോട്ടീസാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും കൂടുതൽ വാദം കേൾക്കുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രധാനമായും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഇപ്പോൾ സുപ്രീം കോടതിയെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നവംബർ 26-ലേക്ക് കേസ് വീണ്ടും പരിഗണിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ ആരും കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നില്ല. ഇതിനെതിരെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ അടക്കമുള്ള ആളുകൾ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാകാത്തത് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിന്റെ ശ്രമമായിട്ടാണ്. ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ കൂടി അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 26-ന് മുമ്പ് തന്നെ മറുപടി നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.